നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക കവിതാ ദിനം ആഘോഷിച്ചു. സുൽത്താൻപേട്ട പാലക്കാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി PS പീറ്റർ ഉദ്ഘാടനം ചെയ്തു. കലാക്ഷേത്ര കലാസാഹിത്യവേദി പ്രസിഡന്റ് ഗുരുജി ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. സുനിൽ കല്ലേപ്പള്ളി, PV സഹദേവൻ, ഡോക്ടർ PC ഏലിയാമ്മ, കമലം ടീച്ചർ, മീന K, രചന P, ചന്ദ്രിക R മുതലായവർ കവിതകൾ അവതരിപ്പിച്ചു. ആന്റണി റോബർട്ട്, ഖാദർ മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. നടനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ തുവക്കാട്ട് വീട്ടിൽ വിനോദിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ദീപശ്രീ വിനോദ സ്മാരക പുരസ്കാരം കായിക താരകവും നാടകരചയിതാവും സംവിധായകയും അധ്യാപകയുമായ ഡോക്ടർ PC ഏലിയാമ്മയ്ക്ക് പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി PS പീറ്റർ നൽകി. വെട്ടിമാറ്റണം പുരയ്ക്കുമീരെ ചാഞ്ഞ കൊമ്പ്, അഹങ്കാരമേറിയ കൊമ്പ്, ധിക്കാരം അധികമുള്ള കൊമ്പ്, അനുസരണയില്ലാത്ത കൊമ്പ്, തീരെ അച്ചടക്കമില്ലാത്ത കൊമ്പ് വെട്ടിമാറ്റണം, വേഗം വെട്ടിമാറ്റണം. മറ്റു കൊമ്പുകളിൽ കുറച്ച് ആൾക്കാരെ വെച്ച് ഒന്ന് നമ്മൾ കൂടാം എന്ന് തീരുമാനിച്ചു. ഇവിടെ ഇത്രയും പേര് ഇവിടെ വന്നു, ഇത്രയും പേര് ഇവിടെ എത്തി. കലാക്ഷേത്രയുടെ ഹൃദയം നിറഞ്ഞ നന്ദി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി എല്ലാവരും അറിയിക്കുകയാണ്. തങ്ക ടീച്ചർ ആ കവിത ചൊല്ലി. ഈ കവിതയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. എന്താന്ന് പറഞ്ഞാല് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയില് ആ വെട്ടിമാറ്റുക എന്ന് പറയുന്ന ആ കൊമ്പ് ആരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കൈകൾ കിളിക്കൂടുകളായി അന്തരിന്ദ്രിയങ്ങളിൽ മൗന സംഗീതം കുളിർക്കോരി ഉറക്കെ പാടാൻ തോന്നി പാട്ടുകളെന്നാത്മാവിന്നറകൾ കൊള്ളി കിടന്നങ്ങനെ ശ്വാസം മുട്ടി ഉറക്കെ പാടാൻ തോന്നി പാട്ടുകളെന്നാത്മാവിന്നറകൾ കൊള്ളി കിടന്നങ്ങനെ ശ്വാസം മുട്ടി. വൃക്ഷത്തിന്റെ ഓർമ്മകളായിട്ടാണ് ഈ കഥ. മടക്കി വെച്ചതും തൊടിയും മുറ്റവും വീണ്ടും വൃത്തിയാക്കിയതും തുളസിത്തറയിൽ വിളക്ക് വെച്ചതും തങ്കച്ചേച്ചി ഞങ്ങൾ എല്ലാവർക്കും അതിശയമായിരുന്നു. ഇന്നെന്തേ രാജേട്ടൻ വഴക്കുകൂടിയില്ല? ഞങ്ങളുടെ സംശയത്തിന് മറുപടി കേട്ട് ചിരിച്ചതും തങ്കച്ചേച്ചി മാത്രമായിരുന്നു. ഇന്ന് വനിതാ ദിനമല്ലേ, സ്വസ്ഥമായി പണികൾ ചെയ്തോട്ടെ എന്ന് കരുതി. അതുകൊണ്ട് തന്നെ ലോക കവിതാ ദിനം വളരെ കവിത്വമുള്ളതായി മാറി. തീർച്ചയായിട്ടും നമ്മുടെ പീറ്റർ സാർ അത് ഉദ്ഘാടനം ചെയ്തു, വളരെ ഗംഭീരമായി നടന്നു. പിന്നെ ഗുരുജിയുടെ ഒരു ആശയമാണ് ഇന്നത്തെ ദിവസം എന്തായാലും കൂടണമെന്നുള്ളത്. അപ്പോൾ അത് അംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സഹകരിച്ചു. അതിനുവേണ്ടിയാണ് ലോക കവിതാ പുരസ്കാരം ടീച്ചർക്ക് നൽകി. ടീച്ചർ പോകാൻ തെടുക്കുമായിരുന്നു, പോയിട്ടുണ്ടെങ്കിൽ അവാർഡ് നഷ്ടപ്പെട്ടത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.